Hi all, welcome to the second part of the topic inheritance. Okay, before in this video we will be discussing about the different types of inheritance. Before going to the different types of inheritance, we will discuss about what we have learned in the last class. In the last video we were discussing about what do you mean by inheritance, then how can we write a derived class in the program, and the general syntax and the different access permissions provided by the different access specifiers. ഇപ്പോൾ എന്താണ് ഇൻഹെറിറ്റൻസ്, derived class എഴുതുന്ന general syntax, then access specifiers പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ആക്സസ് പെർമിഷൻസിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്ന സെയിം ഡിഫറെൻറ്റ് ആക്സസ് സ്പെസിഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ആക്സസ് പെർമിഷൻസിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോനകത്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് വൺ ബൈ വൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒന്ന് നോക്കാം. So coming to the topic, types of inheritance, there are mainly 6 types of inheritance: single inheritance, multiple inheritance, hierarchical inheritance, multi-level inheritance, hybrid inheritance, and multi-path inheritance. Okay, we can look one by one. ഓരോ ടേംസും പറയുമ്പോഴത്തേനും അതിൻ്റെ മീനിങ് വെച്ചിട്ട് മനസ്സിലാക്കിയിരിക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. Okay, first one is single inheritance. Single എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അപ്പോൾ സിംഗിൾ ഇൻഹെറിറ്റൻസ് വിൽ ബി ഹാവിങ് ഓൺലി വൺ ബേസ് ക്ലാസ് ആൻഡ് വൺ ഡിറൈവ്ഡ് ക്ലാസ്. സിംഗിൾ ഇൻഹെറിറ്റൻസിനകത്ത് ഒരു ബേസ് ക്ലാസ്സും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സുമേ ഉണ്ടായിരിക്കത്തുള്ളൂ. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. സെക്കൻഡ് വൺ ഇസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ മീനിങ് വെച്ചിട്ട് പറയാം. ദർ വിൽ ബി മോർ ദാൻ വൺ ബേസ് ക്ലാസ്. ബേസ് ക്ലാസ് ഒന്നിൽ കൂടുതലുണ്ടാകും. ആൻഡ് ദർ വിൽ ബി ഓൺലി വൺ ഡിറൈവ്ഡ് ക്ലാസ്. ഒരു ഡിറൈവ്ഡ് ക്ലാസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ദെൻ തേർഡ് വൺ ഈസ് ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി ഓൺലി വൺ ബേസ് ക്ലാസ്, ദർ ക്യാൻ ബി മോർ ദാൻ വൺ ഡിറൈവ്ഡ് ക്ലാസ്. ഒന്നിൽ കൂടുതൽ ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടായിരിക്കും. ആൻഡ് ദർ വിൽ ബി ഓൺലി വൺ ബേസ് ക്ലാസ്. അതിനെയാണ് നമ്മൾ ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ഈസ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് മൾട്ടി ലെവൽ. ഓക്കെ, അപ്പോൾ മൾട്ടി ലെവൽ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ലെവൽ, ദെൻ സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ദർ വിൽ ബി വൺ ബേസ് ക്ലാസ്. ആ ബേസ് ക്ലാസ് എന്ന് വിൽ ബി ഡിറൈവിങ് ആ ക്ലാസ്. ദെൻ ദാറ്റ് ഡിറൈവ്ഡ് ക്ലാസ് വിൽ ആക്ട് ആസ് ദ ബേസ് ക്ലാസ് ഫോർ അനദർ ക്ലാസ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസായിട്ട് വരുന്നതിനെയാണ് നമ്മൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് വൺ ഓർ മോർ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമ്മൾ ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസ് കമ്പൈൻ ചെയ്ത് എഴുതുന്നതിനെയാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. അപ്പോൾ ഈ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിനകത്ത് ദർ ക്യാൻ ബി കോമ്പിനേഷൻ ഓഫ് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഓക്കെ, അങ്ങനെ കമ്പൈൻ ചെയ്ത് വരുന്നതിനാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ്. മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോഴത്തേനും ദർ വിൽ ബി 2 or more ഡിറൈവ്ഡ് ക്ലാസ്സസ്. ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിറൈവ്ഡ് ക്ലാസ് ചെയ്തെടുക്കാം. ആൻഡ് ദാറ്റ് ഡിറൈവ്ഡ് ക്ലാസ്സസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബേസ് ക്ലാസ് ഫോർ അതർ ക്ലാസ്സസ്. അപ്പോൾ ഈ ഡിറൈവ്ഡ് ക്ലാസ്സസിന് അടുത്ത ക്ലാസ്സിനൊക്കെ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിനാണ് നമ്മൾ മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഈ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സിംഗിൾ ഇൻഹെറിറ്റൻസ് മാത്രമേ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അല്ലാതെ ഉള്ളൂ. ബാക്കി ഇൻഹെറിറ്റൻസ് പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ ഇൻഹെറിറ്റൻസിനകത്ത് ചെക്ക് ചെയ്യും. അപ്പോൾ ആ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം പ്രോഗ്രാം എഴുതുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഓരോ ഇൻഹെറിറ്റൻസ് പറയുന്ന സമയത്ത് അതിൻ്റേതായ ഒത്തിരിയും
പോയിൻറ്റ്സ് ഓരോ ഇൻഹെറിറ്റൻസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പ്രോഗ്രാംസ് എഴുതുന്ന സമയത്തും അതെല്ലാം ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ് വരുന്ന സമയത്ത് വി ഹാവ് ടു ചെക്ക് വൺ കണ്ടീഷൻ. ആ കണ്ടീഷനൊക്കെ അപ്പോൾ ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ് വരുന്ന ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസിനകത്ത് സ്പെസിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാം വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി ഓൺലി വൺ ബേസ് ക്ലാസ് ആൻഡ് വൺ ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, എ ആൻഡ് ബി. ഹിയർ എ ഈസ് ദ ബേസ് ക്ലാസ് ആൻഡ് ബി ഈസ് ദ ഡിറൈവ്ഡ് ക്ലാസ്. ഇനി ഈ ബി എന്ന് പറയുന്നത് ഫർദർ ഒരു ക്ലാസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ദെൻ നമ്മളൊരു ക്ലാസ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻഹെറിറ്റിംഗ് ദ ഡേറ്റ മെമ്പേഴ്സ് ആസ് വെൽ ആസ് ദ മെമ്പർ ഫങ്ഷൻസ്. രണ്ടിനെയും ഇൻഹെറിറ്റ് ചെയ്യും. ദെൻ കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ് കനോട്ട് ബി ഇൻഹെറിറ്റഡ്. ദെൻ this single inheritance is not a complicated inheritance. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Okay, in this first example, here there is a class base. അതൊരു ബേസ് ക്ലാസ് ആണ്. Then there is a class derived. That is a derived class. It is derived publicly. അപ്പോൾ ഇവിടെ ആക്സസ് സ്പെസിഫയർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് പബ്ലിക് എന്നാണ്. അപ്പോൾ ചെക്ക് ചെയ്യുക, ക്ലാസ് ബേസ്. ആ ബേസ് ക്ലാസ്സിനകത്ത് ദർ ആർ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് നെയിം ആൻഡ് ഏജ്. ദെൻ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ഹൈറ്റ് ആൻഡ് വെയ്റ്റ്, ദാറ്റ് മെമ്പേഴ്സ് ആർ പ്രൈവറ്റ്. ആൻഡ് രണ്ട് മെമ്പർ ഫങ്ഷൻസ് ഉണ്ട്, പബ്ലിക് മെമ്പർ ഫങ്ഷൻസ് ആണ്. ഗെറ്റ് ഡേറ്റ ടു റീഡ് ദ വാല്യൂസ് ആൻഡ് ഷോ ഡേറ്റ ടു ഡിസ്പ്ലേ ദ വാല്യൂസ്. ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആയിരുന്നിട്ട് പോലും that members are available in the derived class without any specification. ഒരു സ്പെഷ്യൽ ആക്സസ് പെർമിഷൻസ് ഒന്നുമില്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ഡിറൈവ്ഡ് ക്ലാസ്സിൽ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റി, ഈവൻ ഇഫ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ഡേറ്റ മെമ്പേഴ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ദാറ്റ് ഈസ് ഒരു ഫീച്ചറാണ്. ദാറ്റ് ഈസ് ബേസ് ക്ലാസ്സിലുള്ളത് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അവൈലബിൾ പബ്ലിക് to the derived class. അത് ഓർമ്മയിൽ വെച്ചേക്കുക. If the base class contains protected members, it will be available public to the derived class. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും, ബേസ് ക്ലാസ്സിനകത്ത് നമ്മളൊരു സ്പെസിഫിക് മെമ്പർ ഫങ്ഷൻ ഒന്നും എഴുതിയിട്ടില്ല, നെയിമിനെ റീഡ് ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനോ ഒന്നും. ഓക്കെ, ഡയറക്റ്റായിട്ട് നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിൽ ആക്സസ് ചെയ്യാൻ പറ്റി. അപ്പോൾ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനുള്ള ഒരു ഫീച്ചറാണ്. ഇഫ് നമുക്ക് ഒരു ക്ലാസ്സിനെ ബേസ് ക്ലാസ് ആക്കും എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ് ദാറ്റ് മെമ്പേഴ്സ് ആസ് പ്രൊട്ടക്റ്റഡ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കോഡിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ അത് പ്രൈവറ്റ് മെമ്പേഴ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ നെയിമും ഏജും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻ ബേസ് ക്ലാസ്സിനകത്ത് എഴുതണമായിരുന്നു. എന്നിട്ട് അതിനെ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് നമുക്ക് ഇൻവോക്ക് ചെയ്യണമായിരുന്നു. എന്നിരുന്നാൽ മാത്രമേ നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് വിത്തൗട്ട് എനി എറേഴ്സ് ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തുള്ള പബ്ലിക് മെമ്പർ ഫങ്ഷൻ യൂസ് ചെയ്ത് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഒരു ക്ലാസ്സിനെ നമ്മൾ ബേസ് ക്ലാസ് ആക്കും എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ് ദാറ്റ് ഡേറ്റ മെമ്പേഴ്സ് ആസ് പ്രൊട്ടക്റ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു രണ്ട് ഫീച്ചേഴ്സാണ്. കോഡിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ പറ്റും, ആൻഡ് ഓൾസോ പബ്ലിക്കിനേക്കാട്ടിലും കൂടുതൽ അതിന് പ്രൊട്ടക്ഷനും കൊടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ദാറ്റ് data members will be available public to the derived class. ഓക്കെ, ഒരു എക്സാമ്പിൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് ബേസ് ക്ലാസ്സിനകത്ത് രണ്ട് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് രണ്ട് പ്രൈവറ്റ് മെമ്പേഴ്സും ഉണ്ട്, രണ്ട് പബ്ലിക് മെമ്പർ ഫങ്ഷൻസും ഉണ്ട്. മെമ്പർ ഫങ്ഷൻസ് ഗെറ്റ് ഡേറ്റ ടു റീഡ് ദ വാല്യൂസ് ആൻഡ് ഷോ ഡേറ്റ ടു ഡിസ്പ്ലേ ദ വാല്യൂസ്. ഇനി മെയിൻ ഫങ്ഷനകത്ത് ഐ ഹാവ് ക്രിയേറ്റഡ് ദ ഒബ്ജക്റ്റ് ഓഫ് ഡിറൈവ്ഡ് ക്ലാസ്. ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ഐ ഹാവ്
invoked the function member function inside derived class. get data ഇൻവോക്ക് ചെയ്യുമ്പോഴത്തേനും എല്ലാ വേരിയബിൾസിൻ്റെയും വാല്യൂസ് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. ഷോ ഡേറ്റ ഇൻവോക്ക് ചെയ്യുമ്പോഴത്തേനും എല്ലാ വേരിയബിൾസിൻ്റെയും വാല്യൂസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. നെക്സ്റ്റ് സെയിം സിംഗിൾ ഇൻഹെറിറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിനകത്ത് ഞാൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് മെമ്പേഴ്സ് എഴുതിയിരിക്കുന്നത് ബേസ് ക്ലാസ്സിനകത്ത്. അപ്പോൾ അടുത്തതിനകത്ത് പ്രൈവറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ആ രണ്ട് പ്രോഗ്രാംസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കമ്പയർ ചെയ്യാം. Okay, look the second example for single inheritance. നേരത്തെ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ബേസ് ക്ലാസ്സിനകത്തുള്ള മെമ്പേഴ്സ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആയിരുന്നപ്പോഴത്തേനും പബ്ലിക് എന്ന് പറയുന്ന ഈ രണ്ട് മെമ്പർ ഫങ്ഷൻ നമുക്ക് എഴുതേണ്ട ആവശ്യം വന്നില്ല. ഗെറ്റ് ഓഫ് എന്ന് പറയുന്നതും ഷോ ഓഫ് എന്ന് പറയുന്ന രണ്ട് മെമ്പർ ഫങ്ഷൻസും എഴുതാതെ തന്നെ വി വർ ഏബിൾ ടു ആക്സസ് ഇൻസൈഡ് ദ ഡിറൈവ്ഡ് ക്ലാസ്. ഗെറ്റ് ഡേറ്റ ഓഫിനകത്തും ഷോ ഡേറ്റ ഓഫിനകത്തും നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് എ ഡിഫറൻസ് വൈൽ റൈറ്റിംഗ് പ്രൊട്ടക്റ്റഡ് ആൻഡ് പ്രൈവറ്റ്. നമ്മൾ ബേസ് ക്ലാസ്സിനകത്ത് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അവൈലബിൾ പബ്ലിക് ടു ദ ഡിറൈവ്ഡ് ക്ലാസ്. പ്രൈവറ്റായിട്ടാണ് നമ്മൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് മെമ്പേഴ്സ് ഷുഡ് ബി ഇൻവോക്ഡ് ഇൻസൈഡ് ദ മെമ്പർ ഫങ്ഷൻ. that member functions should be invoked in the derived class. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസും മനസ്സിലാക്കിയിരിക്കണം. പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സും പ്രൈവറ്റ് മെമ്പേഴ്സും ആ ഒരു ആക്സസ് പെർമിഷനാണ് ഞാൻ ആദ്യം മുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രൈവറ്റ് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റൈറ്റ് a public member function to access that variables. ആ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാനായിട്ട് ഒരു പബ്ലിക് മെമ്പർ ഫങ്ഷൻ എഴുതിയിരിക്കണം. അപ്പോൾ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. പ്രൊട്ടക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മെമ്പർ ഫങ്ഷൻ്റെ ആവശ്യമില്ല. ബട്ട് പ്രൈവറ്റ് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് a member functions. ഇവിടെ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ സിംഗിൾ ഇൻഹെറിറ്റൻസ്. സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി ഓൺലി വൺ ബേസ് ക്ലാസ് ആൻഡ് വൺ ഡിറൈവ്ഡ് ക്ലാസ്. ഈ ഒരു എക്സാമ്പിളിൽ ബേസ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്, ദാറ്റ് ഈസ് എ ബേസ് ക്ലാസ്. ആൻഡ് ഡിറൈവ്ഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, ദാറ്റ് ഈസ് എ ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ ബേസ് ക്ലാസ് എഴുതുന്നത് നോർമലി നമ്മൾ ക്ലാസ് എഴുതുന്നത് പോലെ ക്ലാസ് നെയിം. അപ്പോൾ ഞാൻ ക്ലാസ് ബേസ് എന്ന് എഴുതി. ബേസിനകത്ത് ദർ ഇസ് പ്രൈവറ്റ് മെമ്പേഴ്സ്. ആ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗെറ്റ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അതിന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബേസ് ക്ലാസ് ഞാൻ അവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം ഐ ഹാവ് റിട്ടേൺ ദ ഡിറൈവ്ഡ് ക്ലാസ്. ഇപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ് എഴുതാനുള്ള ജനറൽ സിൻടാക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ് നെയിം. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ്, ഡിറൈവ്ഡ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പേരാണ്. കോളൻ ആക്സസ് സ്പെസിഫയർ, ഞാനിവിടെ പ്രൈവറ്റ് ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ വി ഹാവ് ടു റൈറ്റ് ദ ബേസ് ക്ലാസ് നെയിം. ഇവിടെ ഞാൻ ബേസ് എന്നുള്ളത് ക്ലാസ്സിൻ്റെ പേര് തന്നെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഐ ഹാവ് 2 member വേരിയബിൾസ് ആൻഡ് ഡേറ്റ മെമ്പേഴ്സ് ഗെറ്റ് ഡേറ്റ ആൻഡ് ഷോ ഡേറ്റ. ഈ ബേസ് ക്ലാസ്സിനകത്തുള്ള മെമ്പേഴ്സ് പ്രൈവറ്റ് ആയതുകൊണ്ട് ദാറ്റ് മെമ്പേഴ്സ് ഷുഡ് ബി ഇൻവോക്ഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഗെറ്റ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗെറ്റ് ഡേറ്റ ഓഫിനകത്ത് ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷോ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഷോ ഡേറ്റ ഓഫിനകത്ത് ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷനിലോട്ട് വരുമ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഹെറിറ്റൻസിൽ എപ്പോഴും നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഹിയർ ഓൾസോ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിറൈവ്ഡ് എക്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്. ഞാൻ എക്സ് ഡോട്ട് ഗെറ്റ് ഡേറ്റ ഓഫ് എന്ന് പറഞ്ഞ് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോളർ നേരെ ഗെറ്റ് ഡേറ്റ ഓഫ് ഫംഗ്ഷനകത്ത് പോകും. ആ ഗെറ്റ് ഡേറ്റ ഓഫ് ഫംഗ്ഷൻ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എ ഫംഗ്ഷൻ ഗെറ്റ് ഓഫ്. അപ്പോൾ വീണ്ടും കൺട്രോളർ ഗെറ്റ് ഓഫിനകത്ത് പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്
സിംഗിൾ ഇൻഹെറിറ്റൻസ്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രോഗ്രാമിംഗ് പേപ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് എല്ലാ ഇതും പഠിക്കുമ്പോൾ എല്ലാ ഫങ്ഷൻസും പഠിക്കുന്ന സമയത്ത് വി ഹാവ് ടു സ്റ്റഡി ആൻ എക്സാമ്പിൾ. സിംഗിൾ ഇൻഹെറിറ്റൻസ് പഠിക്കുമ്പോഴും യു ഹാവ് ടു സ്റ്റഡി ദി ജനറൽ സിൻടാക്സ്. പിന്നെ ഞാൻ കഴിഞ്ഞ സ്ലൈഡ്സിൽ പറഞ്ഞ പോലെ ആ ഒരു ഫിഗർ വരച്ചിട്ട് എ ആൻഡ് ബി, എ ഈസ് ദ ബേസ് ക്ലാസ്, ബി ഈസ് ദ derived class, and B cannot be further used for creating another class. ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും എഴുതണം. ദെൻ യു ഹാവ് ടു റൈറ്റ് ആൻ എക്സാമ്പിൾ. അപ്പോൾ മെമ്പേഴ്സിനെ പ്രൊട്ടക്റ്റഡ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആയതുകൊണ്ട് അതിനെ ഡയറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതൊരു പുതിയ കാര്യം പഠിച്ചാലും യു ഹാവ് ടു സ്റ്റഡി വിത്ത് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ 4 മാർക്കിന് വാട്ട് യു മീൻ ബൈ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് ചോദിക്കുമ്പോഴത്തേനും സിംഗിൾ ഇൻഹെറിറ്റൻസ് ഹാവ് ഓൺലി 1 ബേസ് ക്ലാസ് ആൻഡ് 1 ഡിറൈവ്ഡ് ക്ലാസ് എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ ഫുൾ 4 മാർക്ക് കിട്ടില്ല. ഇപ്പോൾ ആ മാർക്കിനനുസരിച്ചിട്ട് യു ഹാവ് ടു റൈറ്റ്. 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് the general syntax to create a derived class and an example. ഒരു ബേസ് ക്ലാസ്സും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും ഉള്ള ഒരു എക്സാമ്പിൾ എഴുതണം. അപ്പോൾ സിംഗിൾ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ ഫസ്റ്റ് ദ എക്സാമിനർ വിൽ ബി ചെക്കിങ് അവിടെ ഒരു ബേസ് ക്ലാസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്തതെന്ന് ചെക്ക് ചെയ്യും. ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ മെമ്പർ ഫങ്ഷൻസിനെ ആക്സസ് ചെയ്തതെന്നുള്ളതും ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എപ്പോഴും പ്രോഗ്രാംസ് പഠിക്കുന്ന സമയത്ത് ആ ഒരു ആക്സസ് പെർമിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണോ ആക്സസ് സ്പെസിഫയേഴ്സ് ആക്സസ് പെർമിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് മനസ്സിൽ വെച്ചിട്ട് വേണം എക്സാമ്പിൾ എഴുതാനായിട്ട്. നമുക്ക് അടുത്ത ഇൻഹെറിറ്റൻസ് ചെക്ക് ചെയ്യാം. The second inheritance is multiple inheritance. Multiple inheritance means there will be more than one base class and there will be only one derived class. Okay, ഒരു derived classും ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ്സും ഉള്ളതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഫിഗറിൽ നോക്കുക, B1 B2 till Bn are base classes and there will be only one derived class. ഇതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ആൻഡ് അനദർ റൂൾ എന്ന് പറയുന്നത് ദിസ് ഡിറൈവ്ഡ് ക്ലാസ് കനോട്ട് ബി യൂസ്ഡ് ആസ് ദ ബേസ് ക്ലാസ് ഫോർ അനദർ ക്ലാസ്. അടുത്തൊരു ക്ലാസ് ഡിറൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിനെ യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ദർ വിൽ ബി മോർ ദാൻ 1 ബേസ് ക്ലാസ് ആൻഡ് ദർ ഈസ് ഓൺലി 1 ഡിറൈവ്ഡ് ക്ലാസ്. അതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. നമ്മൾ ഇൻഹെറിറ്റൻസ് ഡിറൈവ്ഡ് ക്ലാസ് എഴുതാനുള്ള ജനറൽ സിൻടാക്സ് നോക്കിയിരുന്നു. ഡിറൈവ്ഡ് ക്ലാസ് എഴുതാനുള്ള ജനറൽ സിൻടാക്സ് എന്ന് പറയുന്നത് ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസ് നെയിം, കോളൻ, ആക്സസ് സ്പെസിഫയർ, ബേസ് ക്ലാസ് നെയിം. ഇതായിരുന്നു നമ്മുടെ ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനറൽ സിൻടാക്സ്. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ് ഉള്ളത് കൊണ്ട് ആ ബേസ് ക്ലാസ്സിനെ എല്ലാം നമ്മൾ കോമ വെച്ചിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്യുക. ആൻഡ് ബിഫോർ ഈച്ച് ബേസ് ക്ലാസ് വി ഹാവ് ടു സ്പെസിഫൈ ദ ആക്സസ് സ്പെസിഫയർ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിരുന്നു ആക്സസ് സ്പെസിഫയർ മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ബേസ് ക്ലാസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, ആക്സസ് സ്പെസിഫയേഴ്സ് മെൻഷൻ ചെയ്തിട്ടില്ലാത്ത എല്ലാം നമ്മൾ പ്രൈവറ്റ് ആയിട്ടായിരിക്കും എടുക്കുക. ഹിയർ ഓൾസോ നമ്മൾ ആദ്യത്തേതിന് മാത്രം ആക്സസ് സ്പെസിഫയർ മെൻഷൻ ചെയ്തു, ബാക്കി ബേസ് ക്ലാസ്സസിനൊന്നും ആക്സസ് സ്പെസിഫയർ മെൻഷൻ ചെയ്യാതെ ജസ്റ്റ് കോമായിട്ട് എഴുതിപ്പോയി കഴിഞ്ഞാൽ ദാറ്റ് ബേസ് ക്ലാസ്സസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടായിരിക്കും ഡിറൈവ് ചെയ്യുക. അതിൻ്റെ ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയർ കമ്പൈലർ അസൈൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Okay, this is an example of a multiple inheritance. Okay, multiple inheritance ൻ്റെ ഒരു എക്സാമ്പിളാണ്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു there can be more than one base class. ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ് ഉണ്ടായിരിക്കും.
and there will be only one derived class. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഒരു ബേസ് ക്ലാസ് മെമ്പേഴ്സ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. ആ മെമ്പേഴ്സിനെ വിത്തൗട്ട് യൂസിങ് എനി സ്പെഷ്യൽ ഒരു പ്രത്യേകിച്ചൊരു മെമ്പർ ഫങ്ഷൻ ഒന്നുമില്ലാതെ നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ മെമ്പർ വേരിയബിൾസിനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനകത്ത് എ, ബി ആൻഡ് സി എന്ന് പറയുന്നത് 3 ബേസ് ക്ലാസ്സസ് ആണ്. ഈ എക്സാമ്പിൾ നന്നായിട്ട് നോക്കുക. ക്ലാസ് എ പ്രൊട്ടക്റ്റഡ് ക്യാരക്ടർ നെയിം, ആ ക്ലാസ് ക്ലോസ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് എ ബേസ് ക്ലാസ്. ഇനി അടുത്തത് ക്ലാസ് ബി പ്രൊട്ടക്റ്റഡ് ഇൻറ്റ് ഏജ്, ആ ക്ലാസ്സും അവിടെ ക്ലോസ് ചെയ്തു. സോ ദിസ് ഈസ് എ സെക്കൻഡ് ക്ലാസ്. ക്ലാസ് സി പ്രൊട്ടക്റ്റഡ് ഫ്ലോട്ട് ഹൈറ്റ്, ആ ക്ലാസ്സും ഞാൻ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് എ തേർഡ് ക്ലാസ്. അപ്പോൾ നമുക്ക് 3 ബേസ് ക്ലാസ്സായി, എ, ബി ആൻഡ് സി. ഇനി ഞാൻ ഡിറൈവ് ചെയ്യുവാണ്. ഡിറൈവ് ചെയ്യുന്നത് ക്ലാസ് ഡി കോളൻ പബ്ലിക് എ കോമ ബി കോമ സി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡെറിവേഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഡീനെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നത് പബ്ലിക്കായിട്ടാണ്. പക്ഷേ ബിയിൽ നിന്നും സിയിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റായിട്ടാണ്. ബിക്കോസ് വി ഹാവ് നോട്ട് മെൻഷൻഡ് ദ ആക്സസ് സ്പെസിഫയേഴ്സ് ഹിയർ. ആക്സസ് സ്പെസിഫയേഴ്സ് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് ബിയും സിയും പ്രൈവറ്റായിട്ടാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാനൊരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. ക്ലാസ് ഡി കോളൻ പബ്ലിക് എ പബ്ലിക് ബി ആൻഡ് പബ്ലിക് സി. അങ്ങനെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ദ ആക്സസ് സ്പെസിഫയേഴ്സ് ആർ പബ്ലിക്. അപ്പോൾ അങ്ങനെ മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നത്, ആക്സസ് സ്പെസിഫയേഴ്സ് ഓരോ ക്ലാസ്സിനും മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏത് ക്ലാസ്സിനാണോ മെൻഷൻ ചെയ്യാത്തത് ബൈ ഡിഫോൾട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ടുള്ള ആക്സസ് സ്പെസിഫയർ പ്രൈവറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതും മനസ്സിൽ വെച്ചേക്കുക. പിന്നെ ക്ലാസ് ഡി, that is a derived class. A, B and C are base classes. അപ്പോൾ ഇത് എയിനകത്തും ബിയിനകത്തും സിയിനകത്തും ഉള്ള വേരിയബിൾസ് പ്രൊട്ടക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ആക്സസ് ചെയ്യാം. ആ വേരിയബിൾസിനെല്ലാം ഞാൻ ആക്സസ് ചെയ്യാനായിട്ട് ഗെറ്റ് ഓഫ് എന്നും ഷോ ഓഫ് എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്തു. ദെൻ ഡിറൈവ്ഡ് ക്ലാസ് ഡിയുടെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഗെറ്റ് ഓഫിനെയും ഷോ ഓഫ് ഫങ്ഷൻസിനെയും ഇൻവോക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളും ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം 1-2 തവണകൾ കൂടി ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലിയറായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇൻഹെറിറ്റൻസ് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ്. ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൽ ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ്സും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സുമായിരുന്നു ഉണ്ടായിരുന്നത്. ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസിൽ ദർ ഈസ് ഓൺലി 1 ബേസ് ക്ലാസ് ആൻഡ് 2 or more ഡിറൈവ്ഡ് ക്ലാസ്സസ്. ഒന്നിൽ കൂടുതൽ ഡിറൈവ്ഡ് ക്ലാസ്സസും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് എ എന്ന് പറയുന്നത് ഈസ് എ ബേസ് ക്ലാസ്, ബി, സി ആൻഡ് ഡി ആർ ഡിറൈവ്ഡ് ക്ലാസ്സസ് ആൻഡ് ദിസ് ബി, സി ആൻഡ് ഡി cannot be used as a base class for another classes. അടുത്ത ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിയും സിയും ഡിയും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളിലോട്ട് പോവാം. എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. ഹൈറാർക്കിയലിൻ്റെ എക്സാമ്പിളാണിത്. ഹൈറാർക്കിയൽ എന്ന് പറയുമ്പോഴത്തേനും there will be only 1 base class and more than 1 derived classes. ഒരു ബേസ് ക്ലാസ്സും ഒന്നിൽ കൂടുതൽ ഡിറൈവ് ക്ലാസ്സസും ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യുമ്പോൾ A1 എന്ന് പറയുന്നത് ബേസ് ക്ലാസ്. ഓക്കെ, ആ ബേസ് ക്ലാസ് ഞാൻ നെയിം എന്ന് പറയുന്ന ഒരു ഡേറ്റ മെമ്പർ മാത്രമേ ഉള്ളൂ, അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് യു ക്യാൻ സി ക്ലാസ് ബി. ക്ലാസ് ബി എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സാണ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് പബ്ലിക്ലി ഫ്രം A1.
A1 എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്. ദാറ്റ് derived class has a protected data member age. Then രണ്ട് public member functions ഉണ്ട്. Get B1 എന്ന് പറയുന്നത് to read the values and show B1 എന്ന് പറയുന്നത് to display the values. അപ്പോൾ ബേസ് ക്ലാസ്സിനകത്തുള്ള നെയിം എന്ന് പറയുന്നത് is available for ക്ലാസ് ബി. ക്ലാസ് ബിക്കും അത് അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് അടുത്ത ഒരു സെക്ഷനിലോട്ട് പോവാം. നോക്കും ക്ലാസ് സി. ക്ലാസ് സി എന്ന് പറയുന്നതും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ് ബി ഒരു ഡിറൈവ്ഡ് ക്ലാസ് കഴിഞ്ഞു. സെക്കൻഡ് ഡിറൈവ്ഡ് ക്ലാസ് ഇസ് ക്ലാസ് സി. അതും പബ്ലിക്ലി ഡിറൈവ്ഡ് ഫ്രം A1. A1 എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നിന്ന് തന്നെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ ദർ ഈസ് ഓൺലി വൺ ബേസ് ക്ലാസ്. ഈ സി എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ദർ ഈസ് എ ഡേറ്റ മെമ്പർ ഹൈറ്റ്. ഇനി ഗെറ്റ് C1 എന്ന് പറയുന്നൊരു മെമ്പർ ഫങ്ഷൻ ഉണ്ട് ടു റീഡ് ദ വാല്യൂ ഓഫ് ഹൈറ്റ് ആൻഡ് ഷോ C1 എന്ന് പറയുന്ന ഡേറ്റ മെമ്പർ ഫങ്ഷൻ ഇസ് ടു ഡിസ്പ്ലേ നെയിം ആസ് വെൽ ആസ് ഹൈറ്റ്. ഇതിനകത്ത് നമുക്ക് നെയിമും ആക്സസിബിൾ ആണ്, ഹൈറ്റും ആക്സസിബിൾ ആണ്. ഇനി അടുത്തൊരു ഡിറൈവ്ഡ് ക്ലാസ്സാണ് ക്ലാസ് ഡി. D is also derived publicly from A1. A1 എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിനകത്തും ദർ ഇസ് എ ഡേറ്റ മെമ്പർ വെയ്റ്റ് ആൻഡ് ടു മെമ്പർ ഫങ്ഷൻസ് ഗെറ്റ് D1 ആൻഡ് ഷോ D1. ഗെറ്റ് D1 വാല്യൂസ് റീഡ് ചെയ്തെടുക്കാൻ, ഷോ D1 എന്ന് പറയുന്നത് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ. ഇനി നമ്മൾ പറഞ്ഞു ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെല്ലാം ആക്സസ് ചെയ്യാമെന്ന്. Since there is more than one derived classes, we have to create object for all the derived classes. എല്ലാ ഡിറൈവ്ഡ് ക്ലാസ്സിനും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എല്ലാ ഫങ്ഷൻസിനെയും ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ 3 ഡിറൈവ്ഡ് ക്ലാസ് ഉള്ളതുകൊണ്ട് യു ഹാവ് ടു ക്രിയേറ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് 3 derived classes. That is, B is a one derived class, C is another derived class and D is the third derived class. അപ്പോൾ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡി സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഡിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. സി സ്പേസ് വൈ എന്ന് പറയുന്നത് സിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ബി സ്പേസ് ഇസഡ് എന്ന് പറഞ്ഞാൽ ബിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഫങ്ഷൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ since there is 3 derived classes, I have created 3 objects. 3 objects ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള എല്ലാ ഫങ്ഷൻസിനെയും ആക്സസ് ചെയ്തു. അപ്പോൾ ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ there will be only one base class. ഒരു ബേസ് ക്ലാസ്സേ ഉണ്ടായിരിക്കുള്ളൂ. more than one derived classes. അപ്പോൾ എയിന്ന് തന്നെ ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് ഡിറൈവ്ഡ് ക്ലാസ് എഴുതുന്ന സമയത്ത് യു ഹാവ് ടു ചെക്ക് നിങ്ങളെല്ലാം ഒരു ബേസ് ക്ലാസ് തന്നെയാണ് എഴുതുന്നതെന്നുള്ളതും ചെക്ക് ചെയ്തിരിക്കണം. ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത ഇൻഹെറിറ്റൻസിലോട്ട് പോവാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇസ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആയിരിക്കും ഇതിനകത്തുള്ളത്. അപ്പോൾ ദർ വിൽ ബി വൺ ബേസ് ക്ലാസ്. ആ ബേസ് ക്ലാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ക്ലാസ് ഡിറൈവ് ചെയ്യും. ആ ഡിറൈവ്ഡ് ക്ലാസ് ഒരു ബേസ് ക്ലാസ് ആക്കിയിട്ട് നമ്മൾ അടുത്ത ഒരു ഡിറൈവ് ക്ലാസ് ഡിറൈവ് ചെയ്യും. അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. എ, ബി ആൻഡ് സി. ഇപ്പോൾ എ വാസ് എ ബേസ് ക്ലാസ്. എ ഒരു ബേസ് ക്ലാസ് ആണ്. അതിൽ നിന്ന് ബി ഞാൻ ഡിറൈവ് ചെയ്തു. So B became the derived class. Next, I have derived C from B. Above C became the derived class of the base class B. Okay. Above A എന്ന് പറയുന്നത് is the base class. B is the intermediate class. Okay, കാരണം B എന്ന് പറയുന്നത് is the derived class of A as well as the base class of C. അപ്പോൾ അങ്ങനെ ഒരു സീരീസ് ഓഫ് ഇൻഹെറിറ്റൻസ് വരുന്നതിനെ we will call it as മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതൊരു മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിളാണ്. ഇതിനകത്ത് ക്ലാസ് A1
A1 is the base class. ബേസ് ക്ലാസ്സിനകത്ത് നെയിം ആൻഡ് ഏജ് എന്ന് പറയുന്ന 2 പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ് ഞാൻ ക്ലോസ് ചെയ്തു. അടുത്ത ക്ലാസ് A2 എന്ന് പറഞ്ഞിട്ട് എഴുതി. A2 is the derived class, derived publicly from A1. A1 നിന്ന് പബ്ലിക്കായിട്ടാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ആ ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തും 2 പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ്, ഹൈറ്റ് ആൻഡ് വെയ്റ്റ്. ആ ക്ലാസ് ഞാൻ ക്ലോസ് ചെയ്തതിന് ശേഷം A3 എന്ന് പറയുന്ന ക്ലാസ് ഞാൻ എഴുതി. A3 is a derived class. It is derived publicly from A2. ഓക്കെ, അപ്പോൾ A1 എന്ന് പറയുന്നത് ബേസ് ക്ലാസ്, A2 is a intermediate class and A3 is a derived class. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആയി ഇവിടെ. ദാറ്റ് മീൻസ് എയിലുള്ള പ്രോപ്പർട്ടീസ് ഈസ് അവൈലബിൾ ടു A2. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ലാസ് A3 പബ്ലിക് A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1ലെയും A2ലെയും പ്രോപ്പർട്ടീസ് വിൽ ബി അവൈലബിൾ ടു A3. സിൻസ് ഓൾ ദ ഡേറ്റ മെമ്പേഴ്സ് ആർ പ്രൊട്ടക്റ്റഡ്, A1ലും A2ലും ഉള്ള എല്ലാ ഡേറ്റ മെമ്പേഴ്സും പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് അതിനെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ സൈസ് ഇത്രയും ഷോർട്ടൺ ആയത്. നമ്മൾ നേരത്തെ നോക്കിയപ്പോഴത്തേനും ഹാവ് റിട്ടൺ ദ പ്രോഗ്രാംസ് ഇൻ 3 layers, 3 layers വളരെ ചെറുതായിട്ടാണ് എഴുതിയിരുന്നത്. ഇതിൽ നമുക്ക് ആ ലെങ്ത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് 5 ഡേറ്റ മെമ്പേഴ്സ് വരുന്നുണ്ട്. 5 ഡേറ്റ മെമ്പേഴ്സിനെ റീഡ് ചെയ്തെടുക്കുന്നുണ്ട്. 5 ഡേറ്റ മെമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ വി വോണ്ട് ബി യൂസിങ് എ സ്പെഷ്യൽ മെമ്പർ ഫങ്ഷൻ ഇൻ ദ സ്പെസിഫൈഡ് ക്ലാസ്സസ് ടു ഇൻവോക്ക് ദാറ്റ് ഡേറ്റ മെമ്പേഴ്സ്. ഡേറ്റ മെമ്പേഴ്സിനെ ഇൻവോക്ക് ചെയ്യേണ്ട ഒരു മെമ്പർ ഫങ്ഷൻ അതാത് ക്ലാസ്സിനകത്ത് തന്നെ എഴുതേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിൻസ് ഹിയർ ഓൾസോ ദർ ഇസ് 2 ഡിറൈവ്ഡ് ക്ലാസ്സസ്. A1ൻ്റെ derived class ആണ് A2 and A3 is also a derived class. Since A3 acquire the properties of A2 as well as A1, we will be creating the object of A3. A3യുടെ മാത്രം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫങ്ഷൻസിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാമും മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ, ദാറ്റ് ഈസ് ആദ്യം ഒരു ബേസ് ക്ലാസ് ഉണ്ടായിരിക്കും. ആ ബേസ് ക്ലാസ്സിൽ നിന്ന് വിൽ ബി ക്രിയേറ്റിംഗ് അനദർ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. ആ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്ന് വിൽ ബി ഡിറൈവിങ് അനദർ ക്ലാസ്. അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്നതിനെ വി വിൽ കോൾ ഇറ്റ് ആസ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയിൽ ഞാൻ 4 ഇൻഹെറിറ്റൻസ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് പഠിക്കുന്നതിന് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്നും കൂടി വാച്ച് ചെയ്യുക. സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് ആൻഡ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. അടുത്ത വീഡിയോയിൽ ഹൈബ്രിഡും മൾട്ടിപാത്തും എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടോപ്പിക്കും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു മൾട്ടിപാത്ത് ഇൻഹെറിറ്റൻസ് ആണ്. അതിനെ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്കും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയും കൂടെ നന്നായിട്ട് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ ഇഫ് യു യൂസ് എ പേപ്പർ ആൻഡ് എ പെൻ, പോയിൻറ്റ്സ് എഴുതിയെടുത്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊരു പേപ്പറും പെന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. രണ്ടാമത് വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എഴുതിയെടുത്ത് പോയിൻറ്റ്സും വെച്ചിട്ട് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു understand the topic. Thank you.